الحمد لله الحمد لله الذي خلق السماوات والأرض وجعل الظلمات والنور نحمد الله ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله الذي بلغ الرسالة وأدى الأمانة ونصح على هذه الأمة وجاهد في الله حق جهاده حتى أتانا اليقين اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب سبحانك اللهم لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكروا الله في أيام معدودات فمن تعجل في يومين فلا إثم عليه ومن تأخر فلا إثم عليه لمن اتقى واتقوا الله واعلموا أنكم إليه تحشرون صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. ബഹുമാന്യനായ സഹോദരി സഹോദരങ്ങളെ, പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി അല്ലാഹു കൽപ്പിച്ചത് കൊണ്ടു നടന്നു, വിരോധിച്ചതിനൊക്കെയും വിട്ടുനിന്നു അല്ലാഹുവിന്റെ ഇഷ്ടങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിയും ജീവിത ഇടപാടുകളിലുടനീളം തഖ്വ നിലനിർത്തിക്കൊണ്ടു പോകാൻ അതീവ ജാഗ്രതയോടുകൂടി പരിശ്രമിക്കണമെന്നും എന്നെയും നിങ്ങളെയും ഓർമ്മിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കരുണാവാരിധിയായ അല്ലാഹു സുബ്ഹാനഹു വ തആല പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമകളായി റൂഹ് പിരിയുന്ന നേരം വരെയും നിലനിന്നു പോകാൻ, കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് റബ്ബിനെ കണ്ടുമുട്ടാൻ, നാളെ സജ്ജനങ്ങളോടൊപ്പം ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടാൻ, അന്തിമമായി അല്ലാഹു മുത്തഖീങ്ങൾക്ക് സജ്ജമാക്കി വെച്ചിട്ടുള്ള പടച്ചവന്റെ സ്വർഗം അനന്തരമെടുക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും 17 ലക്ഷത്തോളം ഹാജിമാർ മിനയിലും ജംറയിലും പരിശുദ്ധ ഹറമിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ പരിശുദ്ധ ഹജ്ജ് കർമ്മങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളിവിടെ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു നോമ്പെടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനത്തിൽ ജുമുഅ നമസ്കാരത്തിന് വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തി അല്ലാഹുവിന്റെ അതിഥികളായി പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഹാജിമാർക്ക് അവരുടെ കർമ്മങ്ങൾ
ഏറ്റവും ഫലപ്രദമായ രീതിയിൽ പൂർത്തീകരിക്കാൻ, സ്വീകാര്യമായ ഹജ്ജ് നിർവഹിച്ചുകൊണ്ട് അവരുടെ കുടുംബങ്ങളിലേക്ക് മടങ്ങിയെത്താൻ നാഥൻ എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മുസ്ലിം ലോകത്തിന്റെ പ്രതിനിധികളായ ഹാജിമാരോട് ഐക്യപ്പെട്ടുകൊണ്ടാണ് കേരളീയ മുസ്ലിങ്ങൾ ഇന്ന് ദുൽഹജ്ജ് 9 അറഫ നോമ്പ് അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മിലധികവും അങ്ങനെ നോമ്പെടുത്ത അവസ്ഥയിലായിരിക്കും ഇന്ന് പള്ളിയിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവുക എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അള്ളാഹുവിലേക്ക് ലോക മുസ്ലിം സമൂഹത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി സംഘമാണ് അവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് നമ്മുടെ സഹോദരങ്ങളായ ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് കർമ്മങ്ങളിലെ ഏറ്റവും തിരക്കേറിയ ദിനത്തിലാണ് ഇന്ന് വരുന്നത്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് യൗമുൻ നഹറാണ്, ദുൽഹജ്ജ് 10. ബലി ദിവസം എന്നാണ് യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. നമുക്കറിയാവുന്നതുപോലെ ഹജ്ജ് എന്ന് പറയുന്നത് ദുൽഹജ്ജ് 8 മിനയിൽ ആരംഭിച്ചു ദുൽഹജ്ജിന് 12 കൂടിയാൽ 13 മിനയിൽ തന്നെ അവസാനിക്കുന്നതാണ് ഹജ്ജ്. ഇന്നലെ ദുൽഹജ്ജ് 9, ദുൽഹജ്ജ് 8 ഇഹ്റാമിനോടുകൂടി മിനയിലെത്തിയ ഹാജിമാർ അവിടെ അള്ളാഹുവിനെ ഓർത്തും പടച്ചവനെ ദിക്ർ ചെയ്തും പ്രാർത്ഥനകളിൽ മുഴുകിയുമൊക്കെ കഴിച്ചുകൂട്ടി. ഇന്നലെ പ്രഭാതത്തിൽ തന്നെ ആ 17 ലക്ഷത്തോളം ഹാജിമാർ അറഫയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് നമ്മൾ വിഷ്വൽ മീഡിയകളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ ധാരാളമായി നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സ്റ്റാറ്റസുകളും ഡിജിറ്റൽ നെറ്റ്വർക്കുകളും പ്ലാറ്റ്ഫോമുകളും ഒക്കെ ലബ്ബൈക വിളികളാൽ മുഖരിതമാണ് ഇന്നലെയും ഇന്നുമൊക്കെ എന്ന് നമുക്കൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അറഫ മൈതാനിയിലെ മണൽത്തരികൾ ഇന്നലെ ഹാജിമാരുടെ കണ്ണുനീരിൽ കുതിർന്ന നാളായിരുന്നു. ഭൂമിയിൽ മനുഷ്യലക്ഷങ്ങളുടെ കണ്ണുനീർ കൊണ്ട് കുതിർന്ന മണ്ണ് അറഫയെപ്പോലെ നമുക്ക് വേറെ എവിടെയും കാണുവാൻ സാധ്യമല്ല. അതുമാത്രമല്ല, മനുഷ്യരാശിയുടെ തന്നെ ശത്രുവായ പിശാചും അവന്റെ കൂട്ടാളികളും എളിമ്പ്യരും നിന്ദ്യരും നിരാശരും കോപിഷ്ഠരുമായ ദിവസം കൂടിയായിരുന്നു ഇന്നലെ എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ അടിയാറുകൾ, പടച്ചവന്റെ വിളി കേട്ട് വന്ന അള്ളാഹുവിന്റെ അടിയാറുകൾ വിതുമ്പുന്ന ചുണ്ടുകളോടുകൂടി, തേകുന്ന ഹൃദയത്തോടുകൂടി, കലങ്ങിയ കണ്ണുകളോടുകൂടി തങ്ങളുടെ കൈകൾ നാദരിലേക്ക് ഉയർത്തിയ പകലായിരുന്നു ഇന്നലെ കടന്നുപോയത്. ദിക്റിലും ദുആയിലും തൗബയിലും ഇസ്തിഗ്ഫാറിലും തക്ബീറിലും തഹ്ലീലിലും ഹംദുകളിലും സ്വലാത്തുകളിലും പരിശുദ്ധ ഖുർആനിന്റെ പാരായണങ്ങളിലും പ്രാർത്ഥനകളിലുമായി ഇന്നലെ പകൽ മുഴുവൻ ഹാജിമാർ അറഫയിൽ കഴിച്ചുകൂട്ടുകയായിരുന്നു. എന്താണോ ഹജ്ജ് കൊണ്ട് ഒരു വിശ്വാസി നേടേണ്ടത് അത് നേടിയെടുത്തുകൊണ്ടാണ് ഓരോ ഹാജിയും ഇന്നലെ അറഫ വിട്ടിട്ടുണ്ടാവുക എന്ന് നമ്മൾ ന്യായമായും പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുഖറബീങ്ങളായ മലായികത്തുകളുടെ മുന്നിൽ തന്റെ അടിയാറുകളുടെ കാര്യത്തിൽ അഭിമാനം കൊള്ളുന്ന ദിവസം കൂടിയാണ് യൗമു അറഫ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ല പറയും പോലും മലക്കുകളോട്, ഉൻദുറു ഇലാ ഇബാദി, നോക്കൂ എന്റെ അടിയാറുകളിലേക്ക്. അല്ല അഭിമാനം കൊള്ളുകയാണ്. നോക്കൂ എന്റെ അടിയാറുകളിലേക്ക്. ജാഊനി മിൻ കുല്ലി ഫജ്ജിൻ ഹമീം, എന്തുമാത്രം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ്, എത്രമാത്രം ക്ലേശങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടാണ് എന്റെ അടിയാറുകൾ എന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് എന്റെ സമീപത്തെത്തിയിരിക്കുന്നത് എന്ന് അള്ളാഹു മലക്കുകളോട് പറയും. ആ ഹജ്ജിനു വേണ്ടി അറഫയിൽ സമ്മേളിച്ച ഹാജിമാർക്കൊക്കെയും
പടച്ചവനിൽ നിന്നുള്ള പൊതുമാപ്പിനെ കുറിച്ചുള്ള വിളംബരം ഉണ്ടാകും. എന്റെ അടിയാറുകൾ എന്റെ വിളിക്കുത്തരം നൽകി നാടുപേക്ഷിച്ച് വീടുപേക്ഷിച്ച് കുടുംബാംഗങ്ങളെ വിട്ട് എന്റെ അടുത്തെത്തിയ എന്റെ അടിയാറുകൾക്ക് അവർ ചെയ്ത പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന പടച്ചവനിൽ നിന്നുള്ള പൊതുമാപ്പിനെ കുറിച്ചുള്ള വിളംബരം കൂടിയാണ് ഇന്നലെ അറഫയിൽ സംഭവിച്ചിട്ടുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അറഫ മൈതാനിയിൽ വെച്ചുകൊണ്ട് ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചു പറയാൻ ആവശ്യപ്പെടുന്നുണ്ട്. വഫറല്ലാഹു ലി അബ്രി അറഫാത്ത്, അറഫയിൽ സമ്മേളിച്ച മുഴുവൻ ആളുകൾക്കും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, അല്ല നബിയെ, പടച്ചവനിൽ നിന്നുള്ള ഈ മഗ്ഫിറത്തിന്റെ വിളംബരം, ഈ പൊതുമാപ്പിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത ഇപ്പോൾ ഇവിടെ സമ്മേളിച്ചിട്ടുള്ള ഹാജിമാരെ സംബന്ധിച്ചിടത്തോളമാണോ ബാധകമാകുന്നത്? അതല്ല, ഇനി സമ്മേളിക്കാനിരിക്കുന്ന വരാനിരിക്കുന്ന ഹാജിമാർക്കും അത് ബാധകമാകുമോ എന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ അറഫയിൽ സമ്മേളിക്കുന്ന മുഴുവൻ ഹാജിമാർക്കുമുള്ള പടച്ചവന്റെ ഭാഗത്ത് നിന്നുള്ള പൊതുമാപ്പിനെ കുറിച്ചുള്ള വിളംബരമാണിത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. റബ്ബ് സുബ്ഹാനഹു വ തആല ആ അറഫയിൽ സമ്മേളിച്ച നമ്മുടെ മുഴുവൻ ഹാജിമാർക്കും മഗ്ഫിറത്ത് നേടിയ അവസ്ഥയിൽ ആ അറഫ വിടുവാനുള്ള അവസരം അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ പടച്ചവരിൽ നിന്നുള്ള മഗ്ഫിറത്ത് നേടിയ ഹാജിമാർ ഇന്നലെ അസ്തമയത്തോടു കൂടി അറഫ വിട്ട് എത്തുന്നത് മുസ്ദലിഫയിലാണ്. മുസ്ദലിഫയിൽ അവർ ആകാശം മേൽക്കൂരയാക്കി കിടന്നുറങ്ങുകയാണ്. ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ വലിയ കൊട്ടാരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാർ മുതൽ ഉടുതുണിക്ക് മറുതുണിയില്ലാതിരുന്ന പരമദരിദ്രർ വരെ ഒരു രാത്രിയിൽ അവിടെ കഴിച്ചു കൂട്ടുകയാണ്. ചുമരുകളില്ലാത്ത കെട്ടിടങ്ങളില്ലാത്ത തമ്പുകളില്ലാത്ത മുസ്ദലിഫയിൽ കഴിച്ചു കൂട്ടുകയാണ്. മാനം മാത്രമാണ് അവർക്ക് മുകളിലുള്ളത് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ആ മുസ്ദലിഫയിൽ ഇന്നലെ രാത്രി ഹാജിമാർ രാപ്പാർക്കുകയാണ് സംഭവിച്ചിട്ടുള്ളത്. വർഷത്തിൽ ഒരിക്കൽ മാത്രം ജനലക്ഷങ്ങളാൽ ജനനിബിഡമാകുന്ന സ്ഥലമാണ് മുസ്ദലിഫ. അറഫക്കും മിനയിലുള്ള പ്രദേശമാണ് മുസ്ദലിഫ എന്ന് നമുക്കറിയാം. അഷ്ഹറുൽ ഹറാം എന്നാണ് വിശുദ്ധ ഖുർആൻ മുസ്ദലിഫയെ കുറിച്ച് പ്രയോഗിച്ചിരിക്കുന്നത്. ഫഇദാ അഫദതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മഷ്അരിൽ ഹറാം. അങ്ങനെ ഇന്നലെ രാത്രിയിൽ മുസ്ദലിഫയിൽ രാപ്പാർത്ത ഹാജിമാർ ഇന്ന് യൗമുൻ നഹറിൽ മിനയിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് പ്രഭാതം മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹാജിമാരുടെ ഒഴുക്ക് മിനയിലെ ജംറയിലേക്കാണ്. ജംറത്തുൽ അഖബയിൽ ആ ജംറത്തുൽ അഖബയിൽ കല്ലെറിയാൻ വേണ്ടിയാണ് ഹാജിമാർ ഒരു പാൽക്കടൽ പോലെ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും വന്ന ഹാജിമാർ തക്ബീർ ധ്വനികൾ മുഴക്കിക്കൊണ്ട് ആ ജംറയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പിശാചിനെതിരെയുള്ള പോരാട്ടത്തിന്റെ പ്രതീകാത്മകമായ പ്രകടനമാണ് ഹാജിമാരുടെ ജംറയിലെ കല്ലെറിയൽ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇനി ഒരിക്കലും ജീവിതത്തിലേക്ക് പിശാചിന്റെ പ്രലോഭനങ്ങൾ കടന്നു വരാതിരിക്കാനുള്ള അതിശക്തമായ ജാഗ്രതയോടുകൂടിയ പ്രതിരോധം കൂടിയാണ് മിനയിലെ ജംറയിലെ കല്ലെറിയലിലൂടെ സാധിക്കുന്നത്. അവർ കല്ലെറിയുന്നത് അവരുടെ മാത്രം ശത്രുവിനെയല്ല, മറിച്ച് മനുഷ്യരാശിയുടെ മുഴുവൻ ശത്രുവിനെയാണ്. അതൊരു പ്രതീകമാണ് എന്ന് നമുക്കറിയാം. 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന മഹത്തായ ഒരു പ്രതിരോധത്തിന്റെ അനുസ്മരണം കൂടിയാണ് ഹാജിമാർ തങ്ങളുടെ ജീവിതത്തിലൂടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനോടൊപ്പം പരിക്ക് സന്നദ്ധമായി പുറപ്പെട്ടപ്പോൾ പിന്തിരിപ്പിക്കാൻ വന്നു പിശാച്. കാരണം സൃഷ്ടാവിന്റെ മുമ്പിലുള്ള സൃഷ്ടികളുടെ സമർപ്പണം എന്ന് പറയുന്നത് പിശാചിന് സഹിക്കാവുന്നതിനും അപ്പുറമാണ്. നമ്മൾ അല്ലാഹുവിന്റെ അനുസരണത്തിൽ വിജയിക്കുമ്പോഴൊക്കെയും പിശാച് അസ്വസ്ഥനാകും, ശൈത്താൻ അസ്വസ്ഥനാകും. മനുഷ്യൻ വഴികേടിലാകുമ്പോ, പടച്ചവനിൽ നിന്നും മനുഷ്യൻ അകന്നു മാറുമ്പോ പിശാച് ആഹ്ലാദിക്കും. പിശാച് അപ്പോൾ നമ്മെ പ്രോത്സാഹിപ്പിക്കും. വമ്പിച്ച പ്രലോഭനങ്ങൾ നമുക്ക് മുമ്പിൽ പിശാച് കാണിച്ചു തരും. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ ശൈത്താന് പരാജയപ്പെട്ട് പിന്തിരിയേണ്ടി വന്നു എന്നാണ് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ മഹത്തായ സംഭവത്തിന്റെ പ്രതീകാത്മകമായ ആവർത്തനമാണ് പ്രിയമുള്ളവരെ ജംറകളിലെ കല്ലെറിയലിലൂടെ നമ്മൾ കാണുന്നത്. തുടർന്ന് നടക്കുന്നത് ഹാജിമാരുടെ ബലികർമ്മമാണ്. ലക്ഷക്കണക്കിന് ഹാജിമാർക്ക് വേണ്ടിയുള്ള ബലികർമ്മവും അവിടെ നടക്കുകയാണ്.
അതും ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു മഹാത്യാഗത്തിന്റെ ജ്വലിക്കുന്ന സ്മരണകൾ നമ്മളിൽ പുതുക്കുന്നതാണ്. ആ ഓർമ്മകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്നതാണ്. നമുക്കറിയാമല്ലോ, ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ ഇബ്രാഹിം അലൈഹിസ്സലാം പടച്ചവനോട് നടന്നൊരു പ്രാർത്ഥനയുണ്ട്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. പടച്ചവനെ, ഞാൻ ഏറ്റെടുത്ത ഈ ദൗത്യം, നിന്റെ ദീനിന്റെ പ്രബോധന പ്രചരണം എന്റെ കാലശേഷം ഏറ്റെടുക്കാൻ, ഈ ഇസ്ലാമിക പ്രബോധനത്തിന്റെ കൈത്തിരി അണയാതെ കാത്തു സൂക്ഷിക്കാൻ, അതിന്റെ നൈരന്തര്യം ഉറപ്പുവരുത്താൻ എനിക്കൊരു സ്വാലിഹായ സന്താനത്തെ നൽകണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിച്ചു. ഹാജറയിൽ ഇസ്മായിലിനെ നൽകി അല്ലാഹു അനുഗ്രഹിച്ചു. ആ പ്രിയപ്പെട്ട മകൻ വളർന്നു വലുതായപ്പോൾ പടച്ചവന്റെ കൽപ്പന വരികയാണ്. ജീവിതത്തിന്റെ സായം സന്ധ്യയിൽ തനിക്ക് ലഭിച്ച പൊന്നോമന പുത്രനെ സ്വന്തം കൈകൊണ്ട് അറുത്തുമാറ്റാൻ അല്ലാഹു ഇബ്രാഹിം അലൈഹി സ്വലാമിനോട് കൽപ്പിക്കുകയാണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ ചിലപ്പോൾ കൊല്ലാൻ കഴിഞ്ഞേക്കാം. അതല്ലെങ്കിൽ ഭക്ഷണത്തിൽ വിഷം കലർത്തിയും സ്വന്തം മക്കളെ കൊല്ലാൻ കഴിഞ്ഞേക്കാം. എന്നാൽ താൻ അതിയായി സ്നേഹിക്കുന്ന, തന്റെ എല്ലാമായി കരുതുന്ന തന്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ചു വരുത്തിക്കൊണ്ട് സ്വന്തം കരങ്ങൾ കൊണ്ട് തന്റെ പ്രിയപ്പെട്ട മകനെ അറുക്കാൻ അനുവാദം ചോദിക്കുക എന്നത് ഏതൊരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം അസഹ്യമായ കാര്യമാണ്, അസംഭവ്യമായ സംഗതിയാണ്. ലോകത്ത് ഒരു പിതാവിനും ചിന്തിക്കാൻ കഴിയാത്ത സംഗതിയാണ്. ആ സന്ദർഭത്തിൽ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മനസ്സ് ലോകത്തിലെ ഏറ്റവും വലിയ സമരഭൂമിയായി മാറുകയാണ് സംഭവിക്കുന്നത്. ഒരു വശത്ത് മകനോടുള്ള അതിർകവിഞ്ഞ സ്നേഹം, മറുഭാഗത്ത് പടച്ചവന്റെ കൽപ്പന അനുസരിക്കുവാനുള്ള അടങ്ങാത്ത ആഗ്രഹവും. അവസാനം ആ സമരഭൂമിയിൽ, ആ സങ്കീർണമായ സന്ദർഭത്തിൽ, ആ കൊടുത്ത പരീക്ഷണത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാം വിജയിക്കുകയാണ്. മറ്റു പരീക്ഷകളിൽ എന്ന പോലെ ഒരുപാട് പരീക്ഷകളിലൂടെ കടന്നു വന്നിട്ടുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാം. ഇബ്രാഹിം അലൈഹി സ്വലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി പരീക്ഷിച്ചിട്ടുണ്ട്. എല്ലാ പരീക്ഷകളിലും A+ നേടിയാണ് ഇബ്രാഹിം അലൈഹി സ്വലാം വിജയിക്കുന്നത്. എല്ലാ പരീക്ഷകളിലും A+ നേടി വിജയിച്ചു. അങ്ങനെ അവസാനം സ്വന്തം മകനെ സ്വന്തം കൈകൊണ്ട് തലയെറുത്തു മാറ്റാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന കിട്ടുമ്പോ മകനെ വിളിച്ചുകൊണ്ട് അക്ഷോഭ്യനായി ചോദിക്കുന്നുണ്ട്, യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അദ്ബഹു. പ്രിയപ്പെട്ട മോനെ, നിന്നെ ബലിയെറുക്കണമെന്ന് എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുകയാണ്. ഫൻബുർ മാദാ തറ. എന്താണ് പ്രിയപ്പെട്ട മകനെ നിന്റെ അഭിപ്രായം? അഭിപ്രായം ചോദിക്കുന്നത് അറുക്കാതിരിക്കാൻ വേണ്ടിയല്ല. മകനുമായി കൂടിയാലോചിക്കുന്നത് മകന്റെ വിശ്വാസം പരീക്ഷിക്കാൻ വേണ്ടിയാണ്. താൻ വളർത്തി വലുതാക്കിയ ഈ ദീനിന്റെ അടിത്തറകളിൽ തന്നെ താൻ വാർത്തെടുത്ത് കൊണ്ടുവന്നിരുന്ന തന്റെ മകൻ പടച്ചവനുള്ള സമർപ്പണത്തിൽ അവന്റെ നിലവാരം എന്താണ്, അവൻ എവിടെ എത്തിയിരിക്കുന്നു എന്ന് പരിശോധിക്കുകയാണ്. ആ മകൻ പിതാവിന്റെ ചോദ്യത്തിന് മുന്നിൽ പിതാവിനേക്കാളും ഉയർന്നു നിൽക്കുകയാണ്. യാ അബതി ഇഫ്അൽ മാ തുഅ്മർ. പ്രിയപ്പെട്ട പിതാവേ, എന്താണോ താങ്കളോട് കൽപ്പിച്ചിട്ടുള്ളത് റബ്ബ്, അത് താങ്കൾ പ്രവർത്തിച്ചു കൊള്ളുക. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സ്വാബിരീൻ. അല്ലാഹു ഉദ്ദേശിച്ചെങ്കിൽ, പടച്ചവന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എന്നെ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ താങ്കൾക്ക് കാണാൻ സാധിക്കും. ഇതുപോലൊരു സംഭാഷണത്തിന് പ്രിയമുള്ളവരെ, ഒരു പിതാവും പുത്രനും തമ്മിലുള്ള ഇതുപോലുള്ള സംഭാഷണത്തിന് ചരിത്രത്തിൽ അതിനു മുമ്പോ ശേഷമോ ലോകം സാക്ഷ്യം വഹിച്ചിട്ടുണ്ടാവുകയില്ല. അങ്ങനെ മർവ മലഞ്ചെരുവിലേക്ക് മകനെ കൂട്ടിക്കൊണ്ടുപോയി മകനെ ചരിച്ചു കിടത്തുകയാണ്. മകന്റെ മുഖം കാണാതിരിക്കാൻ വേണ്ടി മകനെ അങ്ങോട്ട് ചരിച്ചു കിടത്തി കത്തി മൂർച്ച കൂട്ടി മകനെ ചരിച്ചു കിടത്തി. പ്രിയമുള്ളവരെ, ആ സംഭവം നമ്മളൊന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കുക. മനസ്സിൽ ഓർത്തെടുക്കുമ്പോൾ തന്നെ നെഞ്ചടിക്കുകയാണ് നമ്മുടെ. ആ സംഭവം നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ കിടിലം കൊള്ളും. പ്രപഞ്ചം അന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാത്യാഗത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി തരിച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ അങ്ങനെ ആ മൂർച്ച കൂട്ടിയ കത്തി ചരിച്ചു കിടക്കുന്ന മകന്റെ തലയെറുത്തു മാറ്റാൻ വേണ്ടി മകന്റെ കഴുത്തിൽ ആ കത്തി വെക്കുന്ന സന്ദർഭത്തിലാണ് ആ രണ്ടുപേരുടെയും സമർപ്പണ സന്നദ്ധതയെ അർശ് അംഗീകരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശ ലോകത്തു നിന്നും വഹയിന്റെ ദിവ്യവചനങ്ങൾ ഭൂമിയിലേക്ക് ഇറക്കുകയാണ്. ഖദ് സദ്ദഖത റുയ. ഇബ്രാഹിം, താങ്കൾ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുന്നു. ഫലമ്മ അസ്ലമ വതല്ലഹു ലിൽ ജബീൻ എന്നാണ് ഖുർആൻ അതിനെ കുറിച്ച് പറഞ്ഞത്.
ആ മകനെ അറുക്കാൻ വേണ്ടി ചരിച്ച് കിടത്തിയതിനെ കുറിച്ച് ഖുർആൻ പറയുന്ന സന്ദർഭം ഫലമ്മ അസ്ലമ, അവർ രണ്ടുപേരും മുസ്ലിമായപ്പോൾ, അവർ രണ്ടുപേരും പടച്ച റബ്ബിന് തങ്ങളെ സമർപ്പിക്കാൻ സന്നദ്ധമായപ്പോൾ. മുമ്പ് ഇബ്രാഹിം അലൈഹിസ്സലാമും പടച്ചവനും തമ്മിൽ നടന്ന ഒരു സംഭാഷണം ഉണ്ടായിരുന്നു. സൂറത്തുൽ ബഖറയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. ഇബ്രാഹിമിനോട് തന്റെ നാഥൻ ഇബ്രാഹിമെ താങ്കൾ മുസ്ലിം ആവുക എന്ന് പറഞ്ഞപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, ഞാനിതാ എന്റെ റബ്ബിന് എന്നെ സമർപ്പിച്ചിരിക്കുന്നു. ആ സംഭാഷണം അവിടെ അവസാനിക്കുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ആ സമർപ്പണ സന്നദ്ധതയെ പടച്ചവൻ പിന്നെ അവിടെ പ്രത്യേകിച്ച് അതിന് മറുപടിയായി ഒന്നും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പിന്നീട് വേറെ വിഷയത്തിലേക്ക് കിടക്കുകയാണ് ഖുർആൻ. എന്നാൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ ഈ സന്നദ്ധത പടച്ചവൻ സത്യപ്പെടുത്തുന്നത് തന്റെ പ്രിയപ്പെട്ട മകന്റെ തലയെറുത്തു മാറ്റാൻ വേണ്ടി മൂർച്ച കൂട്ടിയ കത്തി കഴുത്തിൽ വെക്കുന്ന സന്ദർഭത്തിലാണ്. എന്താണ് ഇസ്ലാം, ആരാണ് മുസ്ലിം എന്ന് പ്രിയമുള്ളവരെ ഇത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അള്ളാഹുവിന് സർവ്വതും വിട്ടുകൊടുക്കാൻ, പടച്ചവന് മുന്നിൽ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മുന്നിൽ വിട്ടുകൊടുക്കാൻ പറ്റാത്തതായി എനിക്കൊന്നുമില്ല എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്നതിന്റെ പേരാണ് പ്രിയമുള്ളവരെ ഇസ്ലാം എന്ന് പറയുന്നത്. ഞാനിത് സൂചിപ്പിക്കുന്നത് നമ്മൾ കൊണ്ടു നടക്കുന്ന ഇസ്ലാമും ഇസ്ലാമിന്റെ യാഥാർത്ഥ്യവും തമ്മിലുള്ള അകലം പരിശോധിക്കാൻ വേണ്ടിയാണ്. ഇന്നലെ അറഫ പ്രഭാഷണത്തിൽ ഹറമിലെ ഇമാം ഹാജിമാരെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞില്ലേ, വിശ്വാസം എന്ന് പറയുന്നത് വാക്കുകളിൽ ഒതുങ്ങേണ്ടതല്ല, അത് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തേണ്ടതാണ് എന്ന് അദ്ദേഹം ഹാജിമാരെ ഉണർത്തുകയുണ്ടായി. നാവിൻ തുമ്പത്ത് ഉള്ളതോ അല്ലെങ്കിൽ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കേണ്ടതോ ആയ ഒരു സംഗതിയല്ല ഈമാൻ എന്ന് പറയുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഈമാൻ കുടികൊള്ളുന്നുണ്ടെങ്കിൽ അത് ജീവിതത്തിൽ പ്രകടമാകേണ്ടതാണ്. ജീവിതം കടന്നു പോകുന്ന ഇടങ്ങളിലൊക്കെയും ആ ഈമാനിന്റെ ലക്ഷണങ്ങൾ പ്രകടമാകണം, ആ ഈമാനിന്റെ സൽഫലങ്ങൾ പ്രകടമാകണം. അത് തന്റെ ചുറ്റുമുള്ളവർക്ക് ചുറ്റുമുള്ളവരിലേക്ക് പരന്നൊഴുകണം. കുടുംബത്തിലേക്കും അയൽവാസികളിലേക്കും മനുഷ്യരിലേക്കും പരന്നൊഴുകുന്ന സൽക്കർമ്മങ്ങളുടെ പേരാണ് പ്രിയമുള്ളവരെ ഇസ്ലാം എന്ന് പറയുന്നത്. ആ വിശ്വാസത്തിന്റെ സാക്ഷ്യം നടക്കേണ്ടത് ജീവിതം കൊണ്ടാണ്. അപ്പൊ ആ 4000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഐതിഹാസികമായ ആ ത്യാഗത്തിന്റെ പ്രതീകാത്മകമായ ആവർത്തനമാണ് ബലി എന്ന് പറയുന്നത്. ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശ്വാസികൾക്ക് ഏറെ പ്രാധാന്യപൂർവ്വം അനുശാസിച്ചിട്ടുള്ള കർമ്മവും ബലി തന്നെയാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ. ബലികർമ്മം നിർവഹിക്കാൻ ശേഷിയുള്ളവൻ അത് നിർവഹിക്കാതെ മുസല്ലയിലേക്ക് വരേണ്ടതില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളിൽ പലരും ബലിയെറുക്കാൻ തീരുമാനിച്ചവരായിരിക്കും, പലയിടത്തും ഷെയറുകൾ നൽകിയവരായിരിക്കും. ഷെയറിന് പൈസ കൊടുത്തതിൽ മാത്രം പരിമിതപ്പെടുന്ന ഒന്നല്ല ബലിയുടെ പൊരുൾ എന്ന് പ്രിയമുള്ളവരെ നമ്മൾ അറിയണം. ബലി ഉൾക്കൊള്ളുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ആ കർമ്മം നിർവഹിക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം എന്നാണ് ഞാൻ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ബലികർമ്മത്തിന് ഒരു വിശ്വാസിയെ പ്രേരിപ്പിക്കുന്ന ഒരു മനസ്സുണ്ട്. ആ മനസ്സ് ഇതാണ്: എനിക്ക് എന്റെ റബ്ബിന്റെ ഇഷ്ടത്തെക്കാളും വലുതല്ല മറ്റൊന്നും. അതെന്റെ സമ്പത്തായാലും എന്റെ കുടുംബമായാലും എന്റെ മറ്റെന്ത് ദുനിയവിയായ മറ്റെന്ത് താല്പര്യങ്ങളായാലും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതും എനിക്ക് ഏറ്റവും വലുതും എന്റെ റബ്ബിന്റെ ഇഷ്ടങ്ങളാണ്. പടച്ചവന്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്ത ജീവിതത്തിന്റെ ഉടമയാണ് ഞാൻ എന്ന തെളിയിക്കലാണ് യഥാർത്ഥത്തിൽ ബലിയൂടെ സംഭവിക്കേണ്ടത്. അല്ലാതെ നമ്മൾ അറുക്കുന്ന മൃഗത്തിന്റെ മാംസമോ രക്തമോ ഒന്നും പടച്ചവനിലേക്ക് എത്തുന്നില്ല. ബലിയെ കുറിച്ചുള്ള ഖുർആനിന്റെ വിലയിരുത്തൽ അതാണ്. നിങ്ങൾ അറുക്കുന്ന മൃഗത്തിന്റെ മാംസമോ രക്തമോ ഒന്നും പടച്ചവനിലേക്ക് എത്തുന്നില്ല. അള്ളാഹു പരിഗണിക്കുന്നത് ആ ബലിയെറുക്കാനുള്ള നിങ്ങളുടെ മനസ്സിനെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പ്രിയപ്പെട്ട മകനെ പടച്ചവന് മുന്നിൽ സമർപ്പിക്കാൻ സന്നദ്ധമായതിന്റെ ആ ത്യാഗമുണ്ടല്ലോ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് പ്രിയപ്പെട്ടത് പടച്ചവന് വേണ്ടി വിട്ടുകൊടുക്കാൻ സന്നദ്ധമാകുന്നത് വരെ നിങ്ങളാരും പുണ്യമാർജിക്കണമെന്ന് ആർജിക്കുകയില്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. ഇത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുള്ള അതിന്റെ പ്രതീകാത്മകമായ പ്രകടനമാണ് പ്രിയമുള്ളവരെ ബലികർമ്മം നിർവഹിക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ടത്. ജീവനും ജീവിതവും ജീവിത വിഭവങ്ങളും എല്ലാം നൽകിയ നാഥൻ, അവസാനം തിരിച്ചു ചെല്ലേണ്ട നാഥൻ,
അവിടെ നമുക്ക് മഗ്ഫിറത്ത് നൽകേണ്ട റബ്ബ്, ജന്നാത്തുൽ ഫിർദൗസിൽ നമുക്ക് ഇടം തരേണ്ട റബ്ബ്, ആ റബ്ബിനേക്കാൾ പ്രിയപ്പെട്ടതായി എനിക്ക് എന്റെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല എന്ന് ആ ഒരു പ്രഖ്യാപനം നമ്മുടെ ബലിയിലൂടെ നമ്മൾ നടത്തണം. ആ ഒരു മനസ്സോടുകൂടിയാകണം പ്രിയമുള്ളവരെ നമ്മൾ ബലികർമ്മത്തിലേക്ക് കിടക്കേണ്ടത്. ഏതാണ്ട് എല്ലാ മഹല്ലുകളിലും ഇന്ന് വളരെ സാർവത്രികമാണ് ആ സുന്നത്ത്, വളരെ ശ്രേഷ്ഠമാണ്. മുസ്ലിം സമൂഹം ആ വിഷയത്തിൽ നല്ല ജാഗ്രത പുലർത്തുന്നു എന്നത് സന്തോഷകരമാണ്. പക്ഷേ അതിന്റെ ഒരു മറുവശം, ഈ ഒരു സുന്നത്ത് പലപ്പോഴും ഒരുതരം പെരുമ നടിക്കലിലേക്കും ഒരു പൊങ്ങച്ച പ്രകടനത്തിലേക്കും വഴിമാറി പോകുന്നുണ്ടോ എന്ന് കൂടി നമ്മൾ വിലയിരുത്തണം. അപ്പുറത്തെ മഹലിൽ 10 പോത്തേ ഉള്ളൂ, നമുക്കൊരു 12 പോത്തെങ്കിലും വേണം. അതാണ്. അങ്ങനെ പരസ്പരം പെരുമ നടിക്കാനും പൊങ്ങച്ചം പ്രകടിപ്പിക്കാനും വേണ്ടിയുള്ളതല്ല ബലി. ഇത് മഹാനായ ഒരു പ്രവാചകന്റെ ജീവിതത്തിലെ ആദ്യന്തം സാഹസികമായ, ഒരു പിതാവിന് ചിന്തിക്കാൻ സാധ്യമായിട്ടില്ലാത്ത ചരിത്രം തരിച്ചു നിന്ന ഒരു സന്ദർഭത്തെ അടയാളപ്പെടുത്തുകയാണ് എന്ന് നമുക്കറിയാം. നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ത്യാഗബോധം ബലിയിൽ ഏർപ്പെടുന്ന ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. അപ്പോഴാണ് ആ ബലി അതിന്റെ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹാജിമാരോട് നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുമ്പോൾ അത് കേവലം അറഫ നോമ്പെടുക്കുന്നതിലും ബലി നിർവഹിക്കുന്നതിലും മാത്രം പരിമിതപ്പെടുന്നില്ല. അവരുടെ ഓരോ പ്രഖ്യാപനങ്ങളും, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ കർമ്മങ്ങളും നമ്മുടേത് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കൂടി ജീവിതത്തിന്റെ നിലപാടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ വരെ ലബ്ബൈക വിളികളാൽ അവരുടെ കണ്ടങ്ങളിൽ നിന്നും ഉയർന്നിരുന്നത് ലബ്ബൈക വിളികളായിരുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക. അത് കേവലം ഒരു പ്രാർത്ഥനയല്ല, അത് കേവലം ഒരു ദിക്റല്ല, അതൊരു സത്യവിശ്വാസിയുടെ നിലപാട് പ്രഖ്യാപനമാണ്. തൗഹീദിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പ്രഖ്യാപനത്തിന്റെ ആവർത്തനമാണ് അവരുടെ കണ്ടങ്ങളിൽ നമ്മൾ ഉയർന്നു കേട്ടത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, പടച്ചവനെ ഞങ്ങളിതാ എത്തിയിരിക്കുന്നു. നീ വിളിച്ചപ്പോൾ നിന്റെ വിളി കേൾക്കാൻ, നിന്റെ വിളി കേട്ട് വരാൻ ഞങ്ങൾക്കൊന്നും തടസ്സമായില്ല റബ്ബേ. സമ്പത്തിനോടുള്ള മോഹമോ, കുടുംബത്തോടുള്ള അമിതമായ സ്നേഹമോ, ഭാവിയെക്കുറിച്ചുള്ള അമിതമായ ആശങ്കയോ ഒന്നും നിന്റെ വിളി കേട്ടപ്പോൾ നിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ ഞങ്ങൾക്ക് തടസ്സമായില്ല. കാരണം നീ ഞങ്ങളുടെ റബ്ബാണ്, ഞങ്ങൾ നിന്റെ അടിമയാണ്, വിളിച്ചിടത്തേക്ക് വരാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഞങ്ങൾ ഇതാ എത്തിയിരിക്കുന്നു. നിന്റെ ദർബാറിൽ എത്തിയിട്ട് വിനയാന്വിതരായി, വിനയത്തിന്റെ വെള്ളവസ്ത്രം ധരിച്ചുകൊണ്ട് നിന്റെ ദർബാറിൽ എത്തിയിട്ട് ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്, എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സ്തുതികളും നിനക്ക് മാത്രമുള്ളതാണ്. സകല അനുഗ്രഹങ്ങളും നിന്നിൽ നിന്ന് മാത്രമുള്ളതാണ്. എല്ലാ അധികാരവും നിന്റേത് മാത്രമാണ്. അല്ലെ, സ്തുതികൾ അർപ്പിക്കപ്പെടാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് നീ മാത്രമാണ്. കാരണം നീയാണ് റബ്ബുൽ ആലമീൻ, ലോകരക്ഷിതാവ് നീയാണ്. ഞങ്ങൾ ഈ ഭൂമിയിലേക്ക് പിറന്നു വീണ നിമിഷം മുതൽ നാളിതുവരെയും ഇനി മരിച്ചു തീരുന്ന നേരം വരെ ഞങ്ങൾ അനുഭവിച്ചതും അനുഭവിക്കാനിരിക്കുന്നതുമായ മുഴുവൻ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്ന് മാത്രമുള്ളതാണ്. എല്ലാ അനുഗ്രഹങ്ങളും നിന്നിൽ നിന്ന് മാത്രമുള്ളതാണ്. മനുഷ്യന്റെ മേൽ അധികാരം വാഴുന്ന, മനുഷ്യന്റെ മേൽ തോന്നിയതുപോലെ നിയമങ്ങൾ നിർമ്മിക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. പടച്ചവനെ, മനുഷ്യന്റെ മേൽ നിയമങ്ങൾ നിർമ്മിക്കുന്ന എല്ലാ ഭൗതിക വ്യവസ്ഥകളെയും ഞങ്ങൾ ഇതാ നിരാകരിക്കുന്നു. കാരണം മനുഷ്യന്റെ മേൽ നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം സൃഷ്ടാവായ നിനക്ക് മാത്രമാണ്. അലാ ലഹുൽ ഖൽഖ് വൽ അംർ, സൃഷ്ടാവിന് മാത്രമേ മനുഷ്യരോട് കൽപ്പിക്കാൻ അധികാരമുള്ളൂ. അപ്പൊ നിനക്ക് നിന്റെ സൃഷ്ടികളുടെ മേലുള്ള അധികാരത്തെ വകവെച്ചുകൊണ്ടാണ് എല്ലാവിധ അധികാര സാമ്രാജ്യങ്ങളെയും തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് നിന്റെ ദർബാറിൽ വന്നുകൊണ്ട് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത് ലക വൽ മുൽക്, നിനക്ക് മാത്രമാണ് എല്ലാ ആധിപത്യങ്ങളും എന്ന്. ലാ ശരീക ലക്, ഈ പറഞ്ഞ ഹംദുകളിലോ അല്ലെങ്കിൽ നിയമത്തിലോ അല്ലെങ്കിൽ മുൽക്കിലോ അധികാരത്തിലോ സ്തുതികളിലോ അനുഗ്രഹങ്ങളിലോ ഒന്നും നിനക്ക് ഒരു പങ്കുകാരുമില്ല എന്ന് നിന്റെ ദർബാറിൽ വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് തൗഹീദിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത തൗഹീദിന്റെ ആവർത്തിച്ചുള്ള പ്രഖ്യാപനമാണ്. ഇന്നലെ വരെ അവർ മുഴക്കിയിരുന്നത് തെൽബിയത്തുകളായിരുന്നുവെങ്കിൽ ഇന്ന് മുതൽ അവർ മുഴക്കുന്നത് തക്ബീർ ധ്വനികളാണ്. പടച്ചവന്റെ മഹത്വം മനസ്സിലാക്കേണ്ട വിധം മനസ്സിലാക്കി അവർ മിനയിലേക്കും ഹറമുകളിലേക്കും ഒഴുകുകയാണ്. ജംറകളിൽ കല്ലെറിഞ്ഞതിനു ശേഷം അവർ പരിശുദ്ധ മക്കയിലേക്ക് പോവുകയാണ്.
തവാഫിന് വേണ്ടി യാത്രയാവുകയാണ്. അങ്ങനെ പരിശുദ്ധ കഅബ കാണുമ്പോൾ അവർ പ്രഖ്യാപിക്കുകയാണ്, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ അല്ലാഹുമ്മ ഈമാനൻ ബിക് വതസ്ദീഖൻ ബികിതാബിക് വവഫാഅൻ ബിഅഹദിക് വത്തിബാഅൻ ലിസുന്നത്തി നബിയിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പറഞ്ഞുകൊണ്ടാണ് ഹാജിമാർ തവാഫ് ആരംഭിക്കുന്നത്. ഇത് അവരുടെ മാത്രം നിലപാടല്ല, ഏതൊരു വിശ്വാസിയുടെയും നിലപാടായി തീരേണ്ട പ്രഖ്യാപനമാണ്. പടച്ചവനെ, നിന്നിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നമ്മുടെ ഈമാനിന്റെ സ്ഫുടീകരണമാണ് നടക്കുന്നത്. നിന്റെ ഖുർആനിനെ, നിന്റെ ഗ്രന്ഥത്തെ ഞങ്ങൾ സത്യപ്പെടുത്തുന്നു. വിശുദ്ധ ഖുർആനെ സത്യപ്പെടുത്തേണ്ട ബാധ്യത ഹാജിമാർക്ക് മാത്രമല്ലല്ലോ, ഓരോ വിശ്വാസിയുടെയും ബാധ്യതയാണ്. ഖുർആനെ ജീവിതം കൊണ്ട് സത്യപ്പെടുത്തിയ അവസ്ഥയിൽ ജീവിതം കഴിഞ്ഞു പോവുക. പടച്ചവനെ, നിന്നോടുള്ള കരാർ പൂർത്തീകരിച്ചുകൊണ്ട്. എന്താ കരാറ്? വലില്ലാഹി അലന്നാസി ഹിജ്ജുൽ ബൈത്തി മൻ ഇസ്തതാഅ ഇലൈഹി സബീല. പരിശുദ്ധ ഭവനത്തിലെത്താൻ കഴിവുള്ള ഓരോരുത്തർക്കും പ്രപഞ്ചനാഥനോടുള്ള ബാധ്യതയാണ് അവിടെ വന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത്. നമ്മുടെ കൂട്ടത്തിൽ ഇനിയും സാധ്യമാകുമെന്ന് മനസ്സ് വെച്ചാൽ, ഒന്ന് വേണമെന്ന് വെച്ചാൽ, കഴിയുമെന്ന് മനസ്സുള്ളവർക്ക് അടുത്ത വർഷത്തെ ഹജ്ജിനെങ്കിലും പോകാൻ നിയ്യത്ത് ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. നമുക്കറിയാമല്ലോ, ഇത്തവണ തീരുമാനിച്ച പലർക്കും ഹജ്ജിന് പോകാൻ കഴിഞ്ഞിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ആഗ്രഹത്തിന് തന്നെ പ്രതിഫലം നൽകും. കാരണം അവർ ഹജ്ജിന് തീരുമാനിച്ചവരാണ്, പൈസ അടച്ചവരാണ്, ഒരുക്കങ്ങൾ ആരംഭിച്ചവരാണ്, സാങ്കേതിക കാരണങ്ങളാൽ പോകാൻ കഴിയാതിരുന്നവരാണ്, ഹജ്ജിന് പോകാതെ തന്നെ ഹാജിമാരായി തീർന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഹറമിലെത്താനുള്ള, പടച്ചവനെ സമീപിക്കാനുള്ള നമ്മുടെ സഹോദരങ്ങളുടെ ആഗ്രഹത്തെ എത്രയും വേഗത്തിൽ പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വേണമെന്ന് വെച്ചാൽ അടുത്ത വർഷമെങ്കിലും ഹജ്ജിന് പോകാൻ എന്നെ കൊണ്ട് കഴിയുമെന്ന് മനസ്സുള്ളവർ ഇപ്പോൾ തന്നെ തീരുമാനിക്കണം, മുൻകൂട്ടി തന്നെ തീരുമാനിക്കണം. നമ്മുടെ ആയുസ് അനുവദിക്കുമെങ്കിൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചെങ്കിൽ, അടുത്ത വർഷമെങ്കിലും റബ്ബിനോടുള്ള ബാധ്യത നിർവഹിക്കാൻ ഞാൻ സന്നദ്ധമാണ് എന്ന് നമ്മൾ തീരുമാനിക്കണം. പടച്ചവനെ, നിന്റെ പ്രവാചകനെ പിന്തുടർന്നുകൊണ്ടും, റസൂലുള്ളാഹിനെ പിന്തുടരുക എന്നതും ഹാജിമാരുടെ മാത്രം പ്രത്യേകതയല്ലല്ലോ, മുഴുവൻ ഉമ്മത്തിന്റെയും ബാധ്യതയാണല്ലോ. പടച്ചവനെ നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രവാചകനെ പിന്തുടരുകയല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ വഴിയില്ലല്ലോ. അള്ളാന്റെ സ്നേഹം പിടിച്ചു പറ്റാനും അതല്ലാതെ മാർഗമില്ലല്ലോ. അങ്ങനെ പ്രവാചകനെ പിന്തുടർന്നവരുടെ ജീവിതം തന്നെയാണോ പ്രിയമുള്ളവരെ എന്റെയും നിങ്ങളുടെയും എന്ന് സ്വന്തത്തെ വിചാരണ നടത്താൻ, സ്വയം വിലയിരുത്താൻ, ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കാൻ, തിരുത്തേണ്ടത് തിരുത്താൻ തീരുമാനിച്ച് മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും.